18-ാം അധ്യായം. അനന്തരം ഇസ്രയേൽ മക്കളുടെ സഭ മുഴുവനും ശീലോവിൽ ഒന്നിച്ചുകൂടി അവിടെ സമാഗമനക്കൂടാരം നിർത്തി. ദേശം അവർക്ക് കീഴടങ്ങിയിരുന്നു. എന്നാൽ ഇസ്രയേൽ മക്കളിൽ അവകാശം ഭാഗിച്ചു കിട്ടാതിരുന്ന 7 ഗോത്രങ്ങൾ ശേഷിച്ചിരുന്നു. യോശുവ ഇസ്രയേൽ മക്കളോട് പറഞ്ഞതെന്തെന്നാൽ, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദേശം കൈവശമാക്കുവാൻ പോകുന്നതിന് നിങ്ങൾ എത്രത്തോളം മടിച്ചിരിക്കും? ഓരോ ഗോത്രത്തിനും 3 പേരെ നിയമിപ്പിൻ. ഞാൻ അവരെ അയക്കും. അവർ പുറപ്പെട്ട് ദേശത്തുകൂടി സഞ്ചരിച്ച് തങ്ങൾക്ക് അവകാശം കിട്ടേണ്ടും പ്രകാരം കണ്ടെഴുതി എന്റെ അടുക്കൽ മടങ്ങിവരേണം. അത് 7 പങ്കായി ഭാഗിക്കണം. യഹൂദ തന്റെ അതിർക്കകത്ത് തെക്ക് പാർത്തുകൊള്ളട്ടെ. യോസേഫിന്റെ കുലവും തന്റെ അതിർക്കകത്ത് വടക്ക് പാർത്തുകൊള്ളട്ടെ. അങ്ങനെ നിങ്ങൾ ദേശം 7 ഭാഗമായി കണ്ടെഴുതി ഇവിടെ എന്റെ അടുക്കൽ കൊണ്ടുവരുവിൻ. ഞാൻ ഇവിടെ നമ്മുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ വെച്ച് നിങ്ങൾക്കുവേണ്ടി ചീട്ടിടും. ലേവ്യർക്ക് നിങ്ങളുടെ ഇടയിൽ ഓഹരിയില്ലല്ലോ. യഹോവയുടെ പൗരോഹിത്യം അവരുടെ അവകാശമാകുന്നു. ഗാദും രൂബേനും മനശ്ശെയുടെ പാതിഗോത്രവും യഹോവയുടെ ദാസനായ മോശെ അവർക്ക് കൊടുത്തിട്ടുള്ള അവകാശം യോർദാന് കിഴക്ക് വാങ്ങിയിരിക്കുന്നു. അങ്ങനെ ആ പുരുഷന്മാർ യാത്ര പുറപ്പെട്ടു. ദേശം കണ്ടെഴുതുവാൻ പോയവരോട് യോശുവ, നിങ്ങൾ ചെന്ന് ദേശത്തുകൂടി സഞ്ചരിച്ച് കണ്ടെഴുതുകയും ഞാനിവിടെ ശീലോവിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ച് നിങ്ങൾക്കുവേണ്ടി ചീട്ടിടേണ്ടതിന് എന്റെ അടുക്കൽ മടങ്ങിവരികയും ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അവർ പോയി ദേശത്തുകൂടെ കടന്ന് നഗരവിവരത്തോടുകൂടെ ഒരു പുസ്തകത്തിൽ അത് 7 ഭാഗമായി എഴുതി ശീലോവിൽ യോശുവയുടെ അടുക്കൽ പാളയത്തിലേക്ക് മടങ്ങിവന്നു. അപ്പോൾ യോശുവ ശീലോവിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ച് അവർക്കുവേണ്ടി ചീട്ടിട്ടു. അവിടെ വെച്ച് യോശുവ ഇസ്രയേൽ മക്കൾക്ക് ഗോത്രവിഭാഗപ്രകാരം ദേശം ഭാഗിച്ചുകൊടുത്തു. ബെന്യാമീൻ മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി നറുക്കുവന്നു. അവരുടെ അവകാശത്തിന്റെ അതിർ യഹൂദായുടെ മക്കളുടെയും യോസഫിന്റെ മക്കളുടെയും മധ്യേ കിടക്കുന്നു. വടക്കുഭാഗത്ത് അവരുടെ വടക്കേ അതിർ യോർദാങ്കൽ തുടങ്ങി വടക്ക് യെരീഹോവിന്റെ പാർശ്വം വരെ ചെന്ന് പടിഞ്ഞാറോട്ട് മലനാട്ടിൽ കൂടി കയറി ബേത്ത് ആവൻ മരുഭൂമിയെങ്കിൽ അവസാനിക്കുന്നു. അവിടെ നിന്ന് ആ അതിർ ബേഥേൽ എന്ന ലൂസിന്റെ തെക്കുവശം വരെ കടന്ന് താഴത്തെ ബേത്ത് ഹോരോന്റെ തെക്ക് വശത്തുള്ള മലവഴിയായി അതെരോത്ത് അദാരിലേക്ക് ഇറങ്ങുന്നു. പിന്നെ ആ അതിർ വളഞ്ഞ് പടിഞ്ഞാറേ വശത്ത് ബേത്ത് ഹോരോന് എതിരെയുള്ള മല മുതൽ തെക്കോട്ട് തിരിഞ്ഞ് യഹൂദാ മക്കളുടെ പട്ടണമായ കിര്യത്ത് യെയാരീം എന്ന കിര്യത്ത് ബാലായിങ്കൽ അവസാനിക്കുന്നു. ഇതുതന്നെ പടിഞ്ഞാറേ ഭാഗം. തെക്കേ ഭാഗം കിര്യത്ത് യെയാരീന്റെ അറ്റത്തു തുടങ്ങി പടിഞ്ഞാറോട്ട് നെറ്റോഹ വെള്ളത്തിന്റെ ഉറവ് വരെ ചെല്ലുന്നു. പിന്നെ ആ അതിർ ബെൻ ഹിന്നോം താഴ്വരയ്ക്കെതിരെയും രഫായീം താഴ്വരയുടെ വടക്കുവശത്തുമുള്ള മലയുടെ അറ്റം വരെ ചെന്ന് ഹിന്നോം താഴ്വരയിൽ കൂടി തെക്കോട്ട് യെബൂസ്യ പർവ്വതത്തിന്റെ പാർശ്വം വരെയും ഏൻ രോഗേൽ വരെയും ഇറങ്ങി വടക്കോട്ട് തിരിഞ്ഞ് ഏൻ ശെമശിലേക്കും അതുമ്മീം കയറ്റത്തിനെതിരെയുള്ള ഗലീലോത്തിലേക്കും ചെല്ലുന്നു. ഗലീലോത്തിലേക്കും ചെന്ന് രൂബേന്റെ മകനായ ബോഹാന്റെ കല്ലുവരെ ഇറങ്ങി അരാബായ്ക്കെതിരെയുള്ള മലഞ്ചെരുവിലേക്ക് കടന്ന് അരാബായിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. പിന്നെ ആ അതിർ വടക്കോട്ട് ബേത്ത് ഹൊഗ്ലയുടെ മലഞ്ചെരിവ് വരെ കടന്ന് തെക്ക് യോർദാന്റെ അഴിമുഖത്ത് ഉപ്പുകടലിന്റെ വടക്കേ അറ്റത്ത് അവസാനിക്കുന്നു. ഇത് തെക്കേ അതിർ. അതിന്റെ കിഴക്കേ അതിർ യോർദാനാകുന്നു. ഇത് ബെന്യാമീൻ മക്കൾക്ക് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശത്തിന്റെ ചുറ്റുമുള്ള അതിരുകൾ. എന്നാൽ ബെന്യാമീൻ മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി കിട്ടിയ പട്ടണങ്ങൾ യെരീഹോ, ബേത്ത് ഹോഗ്ല, ഏമെക് കെസീസ്, ബേത്ത് അരാബ, സെമാറയീം, ബേഥേൽ, അവ്വീം, പാര, ഓഫ്ര, കെഫാർ, അമ്മോനി, ഒഫ്നി, ഗേബ, ഇങ്ങനെ 12 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. ഗിബയോൻ, രാമ, ബേരോത്ത്, മിസ്പെ, കഫീര, മോസ, രേഖെം, യിർപ്പേൽ, തരല, സേല, എലെഫ്, യെരുശലേം എന്ന യെബൂസ്യ നഗരം, ശിബയത്ത്, കിര്യത്ത്, ഇങ്ങനെ 14 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. ഇത് ബെന്യാമീൻ മക്കൾക്ക് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശം.